ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, എല്ലാവിധ അശുദ്ധികളിൽ നിന്നും ഒരു മുസ്ലിം ശുദ്ധിയാകേണ്ടതുണ്ട്. രണ്ട് രൂപത്തിലുള്ള അശുദ്ധികളാണ് ഒരാളെ ബാധിക്കുക: ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ അയാൾ ഉളുവെടുത്താൽ മതിയാകും. വലിയ അശുദ്ധി ബാധിച്ച ഒരാൾ ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ അയാൾക്ക് കുളിക്കൽ നിർബന്ധമാകുന്നു. കുളിച്ചാൽ മാത്രമാണ് ആ അശുദ്ധിയിൽ നിന്ന് അയാൾ ശുദ്ധിയാവുകയുള്ളൂ. എങ്ങനെയാണ് കുളിക്കേണ്ടത്? അതാണ് നമ്മൾ പറയുന്നത്. കുളിയുടെ രൂപം ഏത് നിലക്ക് കുളിച്ചാലും കുളിയാകും. നമ്മൾ പല ആളുകളും പല രൂപത്തിലും കുളിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാം അതിൻ്റേതായ ഒരു രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപം നമ്മളെ അറിയിച്ചിട്ടുണ്ട്, എങ്ങനെ കുളിക്കണം. ആദ്യമായി കുളിക്കേണ്ട രൂപമാണ് ഈ പറയുന്നത്. ഞാൻ ആദ്യമായി മനസ്സിൽ ശുദ്ധിയാകുന്നതിനുള്ള നിയ്യത്ത് വെക്കുന്നു, അഥവാ ഞാൻ കരുതുന്നു. നമ്മൾ പറഞ്ഞു, ഏത് കാര്യത്തിനും നിയ്യത്ത് അനിവാര്യമാണ്, നിർബന്ധമാണ്. നിയ്യത്തില്ലാതെ ഒരു പ്രവർത്തനവും ഉണ്ടാവുകയില്ല. അപ്പോൾ കുളിക്കാൻ പോകുന്ന വലിയ അശുദ്ധി ബാധിച്ച ഒരാൾ ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുവാൻ വേണ്ടി അയാൾ കുളിക്കാൻ വേണ്ടി പോകുന്നു. ആ കുളിക്കാൻ പോകുന്നയാൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിൽ ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിനുള്ള നിയ്യത്ത് വെക്കേണ്ടതുണ്ട്, അയാൾ കരുതേണ്ടതുണ്ട്. പിന്നീട് ബിസ്മില്ല എന്ന് പറയണം. ശേഷം തൻ്റെ മുൻകൈകൾ രണ്ടും 3 പ്രാവശ്യം കഴുകണം. ഒന്നുവെടുക്കുന്നത് പോലെ 3 പ്രാവശ്യം കഴുകണം. തുടർന്ന് ഇടത് കൈ കൊണ്ട് ഗുഹ്യാവയവങ്ങൾ കഴുകണം. വലത് കൈ കൊണ്ടല്ല, ഇടത് കൈ കൊണ്ട് ലൈംഗിക ഭാഗം കൃത്യമായി ശരിക്കും നമ്മൾ കഴുകണം. അതിൻ്റെ ശേഷം കൈ കഴുകി ശുദ്ധിയാക്കി നമസ്കാരത്തിന് ഒന്നുവെടുക്കുന്നത് പോലെ പൂർണ്ണമായി ഒന്നുവെടുക്കണം. ഈ പറഞ്ഞതിന് ശേഷം നമസ്കരിക്കാൻ വേണ്ടി ഒന്നുവെടുക്കുന്നത് പോലെ പൂർണ്ണമായി ഒന്നുവെടുക്കുക. എന്നിട്ട് തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കുക. 3 കോരൽ ഒഴിക്കുക തലയിലേക്ക്. തുടർന്ന് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളമൊഴിക്കുന്നു. അപ്പോൾ നന്നായി മുടിയൊക്കെ തിക്കകറ്റി എല്ലാം ശരിയായി തേച്ച് കഴുകുക. ഇങ്ങനെയാണ് കുളിക്കുക. അപ്പോൾ ഒന്നുവെടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം, അപ്പോൾ കാല് കഴുകേണ്ട അവസാനത്തിലും ആ കാല് കഴുകൽ അപ്പോൾ കഴുകാം. അതല്ലെങ്കിൽ കുളിയുടെ അവസാനത്തേക്കത് മാറ്റിവെച്ച് ആ സമയത്ത് കുളി അവസാനിക്കുന്ന സമയത്ത് കാല് കഴുകി അയാൾക്ക് കുളി പൂർത്തിയാക്കാവുന്നതാണ്. രണ്ടും അനുവദിക്കപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ വെള്ളമൊഴിക്കും. ആദ്യം വലതു ഭാഗത്ത്, പിന്നെ ഇടതു ഭാഗത്ത് വെള്ളമൊഴിച്ച് കക്ഷഭാഗങ്ങൾ, ചെവിയുടെ ഉൾഭാഗം, പൊക്കിൾ മുതലായവയെല്ലാം ശ്രദ്ധിച്ച് ഞാൻ കഴുകും. ശരീരത്തിൽ ഉരച്ച് കഴുകേണ്ട ഭാഗങ്ങളെല്ലാം കൃത്യമായി ഉരച്ച് കഴുകും. അപ്പോൾ ഇതാണ് കുളിയുടെ രൂപം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം നിയ്യത്ത് വെച്ചു, പിന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇടത് കൈ കൊണ്ട് നമ്മൾ പിന്നീട് ആദ്യം മുൻകൈകൾ 3 പ്രാവശ്യം കഴുകി. പിന്നെ ഇടത് കൈയിൽ നിന്ന് ഇടത് കൈ കൊണ്ട് ലൈംഗിക അവയവങ്ങൾ, ഗുഹ്യാവയവങ്ങൾ കൃത്യമായി തേച്ച് കഴുകി. അതിൻ്റെ ശേഷം നമസ്കാരത്തെ ഉളുവെടുക്കുമ്പോൾ ഉളുവെടുക്കുന്നു. കാല് കഴുകുന്നത് അവസാനത്തേക്ക് മാറ്റിവെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കഴുകാം. അതിൻ്റെ ശേഷം 3 കോരൽ വെള്ളമെടുത്ത് തലയിലേക്ക് ഒഴിക്കുന്നു. മുടിയുടെ ഉള്ളിലേക്ക് വെള്ളമെത്താൻ വേണ്ടി തലമുടിയെല്ലാം നന്നായി തിക്കകറ്റി കഴുകുന്നു. എന്നിട്ട് പിന്നീട് അതിൻ്റെ ശേഷം വലതു ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുന്നു. തുടർന്ന് ഇടത് ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുന്നു. ശരീരത്തെ സൂക്ഷിച്ച് കഴുകേണ്ട എല്ലാ ഭാഗവും കൃത്യമായി, കക്ഷമാണെങ്കിലും പൊക്കളുടെ ഭാഗമായി ചെവിയുടെ ഉൾഭാഗമെല്ലാം എല്ലായിടത്തും വെള്ളമെത്തും, എല്ലാം ഉരച്ച് കൃത്യമായി കഴുകി ആ കുളി ഞാൻ പൂർത്തിയാക്കുന്നു. ഇങ്ങനെയാണ് കുളിക്കുക. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപം. ഇനി അതിൻ്റെ ചുരുക്ക രൂപം എങ്ങനെയാണ്? ശുദ്ധിയാകുന്നതിനുള്ള നിയ്യത്ത് വെച്ച് ബിസ്മി ചൊല്ലി ശരീരത്തിൽ മുഴുവനും വെള്ളമൊലിപ്പിക്കുന്നു. വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നിവയെല്ലാം അതിലുൾപ്പെടും. അങ്ങനെ മൊത്തത്തിൽ ഒരാൾ ശരീരത്തിലാകെ നനച്ച് കുളിച്ചാൽ
അത് മതിയാകും. പക്ഷേ പരിപൂർണമായ കുളി നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ ഒന്നുവെടുത്ത് അതാതിൻ്റെ രൂപത്തിലാണ് കുളിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത്രയുമാണ് വലിയ അശുദ്ധിയിൽ ബാധിച്ച ഒരാൾ ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കേണ്ട രൂപം ഇതാണ്. ഇങ്ങനെ കുളിച്ചെങ്കിൽ മാത്രമാണ് അയാൾക്ക് എന്ത് പറ്റുള്ളൂ, നമസ്കരിക്കാനൊക്കെ പറ്റുകയുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതാതിൻ്റെ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.